കഴിഞ്ഞ ക്ലാസ്സിൽ ഓംസ് ലോ പഠിച്ചതാണ്. ഏതെങ്കിലും ഒരു സർക്യൂട്ടിലെ വോൾട്ടേജോ കറൻറ്റോ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഓംസ് ലോ ഉപയോഗിക്കുക. ബട്ട് സം സർക്യൂട്ട്സ് ആർ complicated circuits. In such circuits, we cannot find the value of V or I using Ohm's law. In such complex circuits, we use Kirchhoffs laws to find the value of V or I. Kirchhoffs law ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചില കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട്സിൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറൻറ്റ് കാണാറ്. കിർച്ചോഫ്സ് ലോ രണ്ടെണ്ണമാണ്. അതിൽ ആദ്യത്തേത് കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ. കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ ഈസ് ഓൾസോ കോൾഡ് കറൻറ്റ് ലോ ബിക്കോസ് ഇറ്റ് ഡീൽസ് വിത്ത് കറൻറ്റ്. Kirchhoffs first law is also called junction law or point rule because we apply Kirchhoffs first law at a junction or point in a circuit. ഒരു സർക്യൂട്ടിലുള്ള ഒരു പോയിന്റിലോ അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിലോ ആണ് നമ്മൾ കിർച്ചോഫിൻ്റെ ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്യുക. അതുകൊണ്ട് അതിന് ജംഗ്ഷൻ ലോ എന്നും അതുപോലെ പോയിന്റ് റൂൾ എന്നും പറയാറുണ്ട്. നിങ്ങൾ ഈ സർക്യൂട്ട് നോക്കുക. ഈ സർക്യൂട്ടിൽ ഈ പോയിന്റിൽ ഇതൊരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ ഈ വയറിലൂടെ I1 എന്നുള്ള കറണ്ട് വന്നു ചേരുന്നു. ഈ വയറിലൂടെ I2 എന്നുള്ള കറണ്ട് വരുന്നു. ഈ വയറിലൂടെ I4 എന്നുള്ള കറണ്ട് വരുന്നു. Two currents I3 and I5 leave the junction. So according to Kirchhoff's first law, the sum of the current entering the junction equals the sum of the currents leaving the junction. So you can write I1 plus I2 plus I4. ഈ മൂന്ന് കറണ്ടാണ് ജംഗ്ഷനിലേക്ക് വരുന്നത് is equal to I3 plus I5. I3യും I5യും ആണ് ജംഗ്ഷനിൽ നിന്നും ലീവ് ചെയ്യുന്ന പോകുന്ന കറണ്ട്. I1 plus I2 plus I4 equals I3 plus I5. ഇതിന് രണ്ടിനെ നമുക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. I1 plus I2 plus I4 minus I3 minus I5 equals 0. Or you can write sigma I equals 0. ഇതിനെ നമുക്ക് എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം? The algebraic sum of all the currents meeting at any junction is 0. ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന എല്ലാ കറണ്ടുകളുടെയും സമ്മ് 0 ആയിരിക്കും. So you can state first law in two ways. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് the sum of the currents entering a junction equals the sum of the currents leaving a junction. അല്ലെങ്കിൽ the algebraic sum of the currents meeting at any point in a circuit is 0. ഇതാണ് കിർച്ചോഫിൻ്റെ ഫസ്റ്റ് ലോ. കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. അതെങ്ങനെയാണ്? കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ചാർജ് ആണ്. ഇപ്പോൾ കിർച്ചോഫിൻ്റെ ഫസ്റ്റ് ലോ അനുസരിച്ചിട്ട് ഒരു ജംഗ്ഷനിൽ എത്തുന്ന ചാർജുകളുടെ സമ്മ് ആ ജംഗ്ഷനിൽ നിന്നും പോകുന്ന ചാർജുകളുടെ സമ്മിന് തുല്യമാണെന്ന് നമുക്ക് പറയാം. അതായത് ഒരു ജംഗ്ഷനിൽ പുതിയതായിട്ട് ചാർജ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ചാർജ് നഷ്ടപ്പെടുകയോ ചെയ്യുന്നില്ല. എത്ര ചാർജ് ആ ജംഗ്ഷനിലേക്ക് വന്നു ചേരുന്നോ അത്രയും ചാർജുകൾ ആ ജംഗ്ഷനിൽ നിന്നും പോവുകയും ചെയ്യും. സോ വി ക്യാൻ സേ ദാറ്റ് നോ ചാർജസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. അപ്പോൾ കിർച്ചോഫിൻ്റെ ഫസ്റ്റ് ലോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. കിർച്ചോഫ്സ് സെക്കൻഡ് ലോ. Kirchhoff's second law is also called voltage law because it deals with voltages in a circuit. It is also called loop rule because we apply Kirchhoff's second law in a closed loop. വോൾട്ടേജുകളെ പറ്റിയിട്ട് പറയുന്നത് കൊണ്ട് സെക്കൻഡ് ലോക്ക് വോൾട്ടേജ് ലോ എന്നും പറയാറുണ്ട്. അതുപോലെ നമ്മൾ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യുക ഒരു ക്ലോസ്ഡ് ലൂപ്പിലാണ്. ഫസ്റ്റ് ലോ നമ്മൾ അപ്ലൈ ചെയ്തത് ഒരു ജംഗ്ഷനിലായിരുന്നു. സെക്കൻഡ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുക ഒരു ക്ലോസ്ഡ് ലൂപ്പിലാണ്. അതുകൊണ്ട് അതിന് ലൂപ്പ് റൂൾ എന്നും പറയാറുണ്ട്. നമ്മളതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കുക. The algebraic sum of
the products of current and resistances in any closed loop equals the total EMF in the loop. Product of current and resistance എന്ന് പറഞ്ഞാൽ I into R ആണ്. ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും പ്രോഡക്റ്റുകളുടെ സമ്മ് will be equal to total EMF. ആ ലൂപ്പിലുള്ള ടോട്ടൽ EMFന് തുല്യമായിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. നിങ്ങൾ ഈ സർക്യൂട്ട് നോക്കുക. ഈ സർക്യൂട്ടിൽ നമ്മളൊരു ലൂപ്പ് എടുക്കാൻ പോവാണ്. എ ബി സി ഡി ഇ വൺ എ നോക്കിക്കോളൂ. എ ബി സി ഡി ഇ വൺ എ നമ്മളെടുത്ത ലൂപ്പ് ഇതാണ്. എ ബി സി ഡി ഇ വൺ എ. ഇനി ആ ലൂപ്പിലുള്ള എല്ലാ കറൻറ്റുകളുടെയും റെസിസ്റ്റൻസിൻ്റെയും പ്രോഡക്റ്റും അതിൻ്റെ സമ്മ് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ആ ലൂപ്പ് കൺസിഡർ ചെയ്ത് നമ്മൾ ഇവിടുന്ന് തുടങ്ങുകയാണ്. ഈ റെസിസ്റ്റൻസ് R1, അതിലുള്ള കറൻറ്റ് I1. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എന്താ വരിക? I1 ഇൻറ്റു R1 ഇങ്ങനെ വന്നു. ഇതാണ് രണ്ടാമത്തെ റെസിസ്റ്റൻസ് R3, അതിലുള്ള കറൻറ്റ് I3. അപ്പോൾ ഇവിടുത്തെ പ്രോഡക്റ്റ് വരിക I3 R3. പിന്നെ ലൂപ്പ് പോയിട്ട് സെല്ലിൻ്റെ ഉള്ളിലുള്ള കറൻറ്റ് I1 ആണ്. സെല്ലിൻ്റെ ഉള്ളിലെ റെസിസ്റ്റൻസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R1 ആണ്. അപ്പോൾ അവിടുത്തെ കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും പ്രോഡക്റ്റ് വരിക I1 ഇൻറ്റു സ്മോൾ R1. അപ്പം നമ്മൾ എങ്ങനെ ഈ ലൂപ്പിൽ ആ ലോ അപ്ലൈ ചെയ്യാം? I1 R1 പ്ലസ് I3 R3 പ്ലസ് I1 ഇൻറ്റു സ്മോൾ R1 ഈക്വൽസ് ഇവിടുത്തെ EMF എത്രയാണ്? E1. കണ്ടില്ലേ? I1 R1 പ്ലസ് I3 R3 പ്ലസ് I1 R1 ഈക്വൽസ് ആ ലൂപ്പിലെ EMF E1. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കിർച്ചോഫിൻ്റെ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യുക. ഒന്നുകൂടി പറഞ്ഞു നോക്കിയാൽ ദ സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് കറന്റ് ആൻഡ് റെസിസ്റ്റൻസസ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ഈക്വൽസ് EMF ഇൻ ദ ലൂപ്പ്. രണ്ടാമത്തെ ഒരു ലൂപ്പ് എടുത്ത് നോക്കുക. എ ബി സി ഡി ഇ ടു എ. എ ബി സി ഡി ഇ ടു എ ഇതാണ് നമ്മളെ ലൂപ്പ്. ഈ ലൂപ്പിൽ നമ്മൾ ഇവിടുന്ന് തുടങ്ങുക. I2 R2 പ്ലസ് I3 R3. ഇവിടെയുള്ള കറണ്ട് I2 ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് R2 പ്ലസ് I2 R2 ഈക്വൽസ് E2. I2 R2 പ്ലസ് I3 R3 പ്ലസ് I2 R2 ഈക്വൽസ് ഈ ലൂപ്പിലെ EMF E2. This is how you apply Kirchhoff's second law in the second loop. ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ലൂപ്പ് എ ഇ ടു ഡി ഇ വൺ എ. ഏതാണ് ലൂപ്പ്? എ ഇ ടു ഡി ഇ വൺ എ. ഈ പുറത്തുള്ള ലൂപ്പ് എ ഇ ടു ഡി ഇ വൺ എ. ഇതാണ് ലൂപ്പ്. അവിടെ കിർച്ചോഫ്സ് ലോ അപ്ലൈ ചെയ്താൽ എങ്ങനെയാണ് വരിക? നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. I1 R1 കണ്ടില്ലേ? നമ്മൾ ലൂപ്പ് ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ഇവിടെ റെസിസ്റ്റർ R2ൽ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ യു ക്യാൻ റൈറ്റ് മൈനസ് I2 R2. സെല്ലിൻ്റെ ഉള്ളിലുള്ള കറണ്ട് I2, ഇന്റേണൽ റെസിസ്റ്റൻസ് R2, കറണ്ട് ലൂപ്പിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ മൈനസ് I2 R2. പിന്നെ ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? ഇവിടെ കറണ്ടും ലൂപ്പും ഒരേ ഡയറക്ഷനിലാണ്. സോ പ്ലസ് I1 സ്മോൾ R1 ഈക്വൽസ് ഈ ലൂപ്പിലെ നെറ്റ് EMF എന്താ? രണ്ട് സെല്ലുണ്ട്. രണ്ട് സെല്ലിൻ്റെയും പോസിറ്റീവുകൾ ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ EMFൻ്റെ കോമ്പിനേഷൻ പഠിച്ചതാണ്. രണ്ട് സെല്ലിൻ്റെയും പോസിറ്റീവ് ടെർമിനൽ ഒരുമിച്ച് കണക്ട് ചെയ്താൽ നെറ്റ് EMF വരിക E1 മൈനസ് E2. സോ യു വിൽ ഗെറ്റ് E1 മൈനസ് E2. അപ്പോൾ നമ്മൾ ഇക്വേഷൻ വരിക I1 R1 മൈനസ് I2 R2 മൈനസ് I2 ഇൻറ്റു സ്മോൾ R2 പ്ലസ് I1 ഇൻറ്റു സ്മോൾ R1 ഈക്വൽസ് നെറ്റ് EMF ഇൻ ദ ലൂപ്പ് എത്രയാണ്? E1 മൈനസ് E2. ഞാൻ ഒന്നുകൂടി ആ ലോ സ്റ്റേറ്റ് ചെയ്യാം. ദ algebraic sum of the product of current and resistances in any closed loop equals total EMF in the loop. അതിനെങ്ങനെ നമ്മൾ ഇക്വേഷൻ ആക്കി എഴുതാം? സിഗ്മ IR ഈക്വൽസ് E. ഇതാണ് കിർച്ചോഫിൻ്റെ സെക്കൻഡ് ലോ. സെക്കൻഡ് ലോ ഈസ് based on law of conservation of energy. കിർച്ചോഫിൻ്റെ സെക്കൻഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്.
ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താ പറയുന്നത്? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. ഇപ്പൊ കിർച്ചോഫിന്റെ സെക്കൻഡ് ലോയും പറയുന്നത് അതാണ്, ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ഇതെങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം വർക്ക് എനർജി ആൻഡ് പവറിൽ കൺസർവേറ്റീവ് ഫോഴ്സ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഓർമ്മയിലേക്ക് വരാൻ വേണ്ടി ഒന്ന് പറയാം എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന്. നിങ്ങളൊരു ഒബ്ജക്റ്റിനെ ഒരു h ഹൈറ്റിലേക്ക് എറിയുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? -mgh. ആ ഹൈറ്റിൽ നിന്നും ഒരു ഒബ്ജക്റ്റിനെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. വാട്ട് വിൽ ബി ദ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? mgh. So you are throwing a body to a height h and the body comes down back to the ground. അതൊരു ക്ലോസ്ഡ് ലൂപ്പ് അല്ലേ? ഒരു h ഹൈറ്റിലേക്ക് ഒരു ബോഡിയെ എറിഞ്ഞ് തിരിച്ച് ആ ബോഡി ഗ്രൗണ്ടിലേക്ക് എത്തുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ ഈസ് -mgh plus mgh equals 0. സോ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്, വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദ ഫോഴ്സ്. To move a body, work done to move a body against the force along a closed loop is 0. ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ ഒരു ബോഡിയെ കൺസർവേറ്റീവ് ഫോഴ്സിനെതിരെ മൂവ് ചെയ്യുകയാണെങ്കിൽ വർക്ക് ഡൺ ഈസ് 0. നമ്മളിപ്പോൾ പറഞ്ഞ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അത് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് വരികയാണ്. ഇവിടെ നമ്മൾ ഒരു ലൂപ്പിലൂടെയാണ് ചാർജിനെ മൂവ് ചെയ്യിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ എടുത്ത ഫസ്റ്റ് എക്സാമ്പിളിൽ ഇതായിരുന്നു നമ്മളെ ക്ലോസ്ഡ് ലൂപ്പ്. അപ്പൊ വി ആർ എയിൽ നിന്ന് ചാർജിനെ മൂവ് ചെയ്യിച്ചിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ ആ ചാർജിനെ എയിലേക്ക് തന്നെ എത്തിക്കുക. വി ആർ മൂവിങ് ദ ചാർജ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫോഴ്സ്. ഇവിടെയുള്ള ഫോഴ്സ് ഇലക്ട്രിക് ഫോഴ്സ് ആണ്. അപ്പൊ ഇലക്ട്രിക് ഫോഴ്സിനെതിരെയാണ് നമ്മൾ മൂവ് ചെയ്യിക്കുന്നത്. ഇലക്ട്രിക് ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സിന്റെ പ്രത്യേകത എന്താ? വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഫോഴ്സ് വിൽ ബി 0. കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്ന് ഇപ്പോൾ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതാണ്. വർക്ക് ഡൺ ടു മൂവ് എ ബോഡി അലോങ് എ ക്ലോസ്ഡ് പാത്ത് എഗെയിൻസ്റ്റ് ദ കൺസർവേറ്റീവ് ഫോഴ്സ് ഈ 0. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന വർക്ക് 0 ആണ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ വർക്ക് എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എനർജിയാണ്. അപ്പോൾ വർക്ക് ഡൺ 0 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എനർജി ഈസ് 0. അപ്പോൾ ഒരു ഒബ്ജക്റ്റ്, ഒരു ചാർജ് എയിൽ നിന്ന് മൂവ് ചെയ്തു തിരിച്ച് എയിലേക്ക് എത്തുമ്പം ആ ചാർജിന്റെ എനർജിയിൽ മാറ്റമൊന്നുമില്ല. അതായത് എനർജി ഈസ് എ കോൺസ്റ്റന്റ്. അതായത് ഇറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. സോ യു ക്യാൻ സേ കിർച്ചോഫ്സ് ലോ ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. It is a device to find the unknown resistance. ഏതെങ്കിലും ഒരു വയറിന്റെ റെസിസ്റ്റൻസ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. സർക്യൂട്ട് നോക്കാം. നിങ്ങൾക്ക് 4 റെസിസ്റ്റേഴ്സ് കാണാൻ പറ്റും. P, Q, R and S. They are connected in the form of a network A, B, C, D. എൻ്റെയും സിൻ്റെ ഇടക്ക് P, സിൻ്റെയും ബിൻ്റെ ഇടക്ക് Q, ബിൻ്റെയും ഡിൻ്റെയും ഇടക്ക് S എന്നുള്ള റെസിസ്റ്റൻസ്, എൻ്റെയും ഡിൻ്റെയും ഇടക്ക് R എന്നുള്ള റെസിസ്റ്റൻസ്. ഇതിൽ നമുക്ക് P, Q ആൻഡ് R ഈ 3 റെസിസ്റ്റേഴ്സിൻ്റെയും വാല്യൂ നമുക്കറിയാം. നമുക്ക് കാണേണ്ടത് S എന്ന റെസിസ്റ്ററിന്റെ വാല്യൂ ആണ്. ഹിയർ S is the unknown resistance. A cell is connected in between A and B. കണ്ടില്ലേ? A galvanometer is connected in between C and D. ഇനി നമ്മൾ ഈ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഒന്ന് മാർക്ക് ചെയ്യാം. സെല്ലിൽ നിന്നും I, സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും I എന്നുള്ള കറണ്ട് A എന്നുള്ള ജംഗ്ഷനിലെത്തും. ഇവിടെ എത്തിയിട്ട് കറണ്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. I1ഉം I2 ആയിട്ട് മാറും. സോ യു ക്യാൻ റൈറ്റ് I is equal to I1 plus I2. I1 എന്നുള്ള കറണ്ട് സിയിലെത്തും. സിയിലെത്തിയിട്ട് അത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും. IG എന്നുള്ള കറണ്ട് ഗാൽവനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്യും. I3 എന്നുള്ള കറണ്ട് ക്യൂവിലൂടെയും ഫ്ലോ ചെയ്യും.
ഈ I2 എന്നുള്ള കറണ്ട് ഡിയിലെത്തും, IG എന്നുള്ള കറണ്ടും ഡിയിലെത്തും. അത് രണ്ടും കൂടി കൂടിച്ചേരും. I2 പ്ലസ് IG ഈക്വൽസ് I4. I4 എന്നുള്ള കറണ്ട് ബിയിലെത്തും. അപ്പോൾ ബിയിൽ I3 എന്നുള്ള കറണ്ടും എത്തുന്നു, I4 എന്നുള്ള കറണ്ടും എത്തുന്നു. I3 പ്ലസ് I4 രണ്ടും കൂടി കൂടിച്ചേർന്ന് I എന്നുള്ള കറണ്ടായി തിരിച്ച് സെല്ലിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ സെല്ലിൽ നിന്ന് എത്ര കറണ്ടാണോ പോകുന്നത് അത്രയും കറണ്ട് തന്നെ സെല്ലിലേക്ക് തിരിച്ചു വരണം. ഇവിടെ I എന്നുള്ള കറണ്ട് സെല്ലിൽ നിന്ന് പോകുന്നു, I എന്നുള്ള കറണ്ട് തിരിച്ച് സെല്ലിലേക്ക് വരുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കറണ്ട് അടയാളപ്പെടുത്തുക. ഇനി we will adjust the values of P, Q and R. നമുക്ക് Pൻ്റെയും Qൻ്റെയും Rൻ്റെയും റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ അറിയാം. അപ്പോൾ അതിൽ Pൻ്റെയോ Qൻ്റെയോ Rൻ്റെയോ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് the current through the galvanometer is made 0. IG is made 0. എങ്ങനെ നമ്മൾ IG 0 ആക്കുന്നത്? We vary the value of either P, Q or R so that the current IG is 0. ഗാലനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും. ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല ഗാലനോമീറ്ററിൽ. Now we say that the Wheatstone's bridge is balanced. അപ്പോൾ Wheatstone's bridgeന്റെ ബാലൻസിങ് കണ്ടീഷൻ എന്താണ്? By adjusting the values of P, Q or R, the current through the galvanometer is made 0. Then the bridge is said to be balanced. ഇതാണൊരു Wheatstone's bridgeന്റെ ബാലൻസിങ് കണ്ടീഷൻ. ഇനി നമ്മൾ കിർച്ചോഫിന്റെ സെക്കൻഡ് ലോ ACDA എന്നുള്ള ലൂപ്പിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ACDA കണ്ടില്ലേ ലൂപ്പ്? ACDA. ഇതാണ് നമ്മളെ ലൂപ്പിന്റെ ഡയറക്ഷൻ. അവിടുന്ന് തുടങ്ങാം. I1P പ്ലസ് IG ഇൻറ്റു G. ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് നമ്മൾ G എന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ IG ഇൻറ്റു G മൈനസ് I2 ഇൻറ്റു R ഈക്വൽസ് 0. എന്തുകൊണ്ടാണ് മൈനസ് I2R എന്ന് പറയുന്നത്? കറണ്ട് ഇങ്ങോട്ടാണ്, ലൂപ്പ് ഇങ്ങോട്ടാണ്. അപ്പോൾ ലൂപ്പിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കറണ്ട്, അതുകൊണ്ടാണ് മൈനസ് I2R എന്ന് പറയുന്നത്. ഇസ് ഈക്വൽ ടു 0. ഈ ലൂപ്പിൽ സെല്ലൊന്നുമില്ല, അതുകൊണ്ട് അവിടുത്തെ EMF 0 ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ വരിക I1P പ്ലസ് IgG മൈനസ് I2R ഈക്വൽസ് 0. IG 0 ആണ് because the bridge is balanced. So you can write I1P minus I2R equals 0. I2R നെ റൈറ്റിലേക്ക് കൊണ്ടുവന്നാൽ I1P equals I2R. ഇതാണ് നമ്മൾ ഇക്വേഷൻ 1. I1P equals I2R. We are going to apply Kirchhoff's second law to the next loop CBDC. CBDC. എന്തായിരിക്കും വരിക? CBDC അതേ ഡയറക്ഷനിൽ തന്നെ എടുക്കുക. I3Q മൈനസ് I4S മൈനസ് IgG ഈക്വൽസ് 0. എന്തുകൊണ്ടാണ് മൈനസ് I4S വന്നത്? ലൂപ്പിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് I4. എന്തുകൊണ്ടാണ് മൈനസ് IgG വന്നത്? ലൂപ്പിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് IG. എന്തുകൊണ്ടാണ് 0 വന്നത്? CBDC എന്നുള്ള ലൂപ്പിൽ സെല്ലൊന്നുമില്ല, EMF 0 ആണ്. ഇതിൽ IG 0 ആയതുകൊണ്ട് യു ക്യാൻ റൈറ്റ് I3Q മൈനസ് I4S ഈക്വൽസ് 0. I4S റൈറ്റിലേക്ക് കൊണ്ടുവരിക. I3Q ഈക്വൽസ് I4S. ഈ നെയിം ഇറ്റ് ആസ് ഇക്വേഷൻ 2. നേരത്തെ നമ്മൾ ചെയ്ത ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി ഡിവൈഡ് ചെയ്യുക. ഇക്വേഷൻ 2 ബൈ ഇക്വേഷൻ 1 ഗീവ്സ് I1P by I3Q equals I24 by I4S. You name that as equation 3. അപ്പോൾ നമ്മൾ രണ്ട് ലൂപ്പിൽ കിർച്ചോഫിന്റെ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്തു. ACDA എന്നുള്ള ലൂപ്പിൽ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇക്വേഷൻ 1 കിട്ടി. CBDC എന്നുള്ള ലൂപ്പിൽ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇക്വേഷൻ 2ഉം കിട്ടി. നമ്മൾ ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ 2 ചെയ്തിട്ട് I1P by I3Q equals I2R by I4S എന്നുള്ള ഇക്വേഷൻ 3 കണ്ടുപിടിച്ചു. ഇനി ഞാൻ കിർച്ചോഫിന്റെ ഫസ്റ്റ് ലോ C എന്നുള്ള ജംഗ്ഷനിൽ അപ്ലൈ ചെയ്യാൻ പോകണം. ഐ എം ഗോയിങ് ടു അപ്ലൈ ഫസ്റ്റ് ലോ അറ്റ് ദിസ് ജംഗ്ഷൻ C. കണ്ടാൽ അറിയാലോ, I1 ഈക്വൽസ് IG പ്ലസ് I3. കിർച്ചോഫിന്റെ ഫസ്റ്റ് ലോ എന്താണ്? സം ഓഫ് ദ കറന്റ് എൻറ്ററിങ് എ ജംഗ്ഷൻ ഈക്വൽസ് സം ഓഫ് ദ കറന്റ് ലീവിങ് എ ജംഗ്ഷൻ. അല്ലേ? ഇവിടെ എൻ്റർ ചെയ്യുന്ന കറന്റ് I1 ആണ്, പുറത്തേക്ക് പോകുന്ന കറന്റ് I3യും IG യുമാണ്. സോ യു ക്യാൻ റൈറ്റ്
I1 equals I3 plus IG. IG 0 ആണ്. So you can write I1 equals I3. ഇനി കിർച്ചോഫിന്റെ സെക്കൻഡ് ലോ ഡി എന്നുള്ള ജംഗ്ഷനിൽ അപ്ലൈ ചെയ്യുക. സോറി, കിർച്ചോഫിന്റെ ഫസ്റ്റ് ലോ ഡി എന്നുള്ള ജംഗ്ഷനിൽ അപ്ലൈ ചെയ്യുക. I2 plus IG equals I4. ജംഗ്ഷനിലേക്ക് വരുന്ന കറന്റ് I2ഉം IG-യുമാണ്. ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറന്റ് I4 ആണ്. So you can write at junction D I2 plus IG equals I4. IG 0 ആണ്, ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ്. So you can write I2 equals I4. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ 4ഉം ഇക്വേഷൻ 5ഉം കിട്ടി. I1 is equal to I3 ആണ്. അത് ഇക്വേഷൻ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ I1ഉം I3ഉം സെയിം ആയതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോകും. I2ഉം I4ഉം സെയിം ആയതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോകും. So when you substitute 4 and 5 in equation 3, you will get P by Q equals R by S. So this is the equation when a Wheatstone's bridge is balanced. നമുക്ക് എന്താ കാണേണ്ടത്? അൺനോൺ റെസിസ്റ്റൻസ് S ആണ് കാണേണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ S ന്റെ വാല്യൂ എന്താ വരിക? S is equal to Q by P into R. We know the values of Q, P and R. So you can calculate S. So this is how you make use of a Wheatstone's bridge to find the unknown resistance. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? നമ്മൾ 4 റെസിസ്റ്റേഴ്സിനെ ഇങ്ങനെ കണക്ട് ചെയ്തു. എസ് എന്നുള്ളതാണ് അൺനോൺ റെസിസ്റ്റൻസ്. സിന്റെയും ഡിന്റെ ഇടയ്ക്ക് ഒരു ഗാൽവനോമീറ്റർ കൊടുത്തു. എൻ്റെയും ബിന്റെ ഇടയ്ക്ക് ഒരു സെല്ലും കൊടുത്തു. നമ്മൾ പിന്റെയോ ക്യൂവിന്റെയോ ആറിന്റെയോ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗാൽവനോമീറ്റർ കൂടുള്ള കറന്റ് 0 ആക്കി. You will get IG equals 0. We say that the bridge is balanced. എന്നിട്ട് നമ്മൾ ACDA എന്നുള്ള ലൂപ്പിലും CBDC എന്നുള്ള ലൂപ്പിലും കിർച്ചോഫിന്റെ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്തു. We got equation 3. At junction C and at junction D we applied Kirchhoffs first law. Then we got equation 4 and 5. By substituting 4 and 5 in equation 3, we get P by Q equals R by S. ഇതാണ് ഒരു വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. എങ്ങനെ? അപ്പോൾ വാട്ട് ഈസ് ദ ബാലൻസിങ് കണ്ടീഷൻ ഫോർ എ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയുക? ബൈ അഡ്ജസ്റ്റിംഗ് ദ വാല്യൂസ് ഓഫ് P, Q and R, the current through the galvanometer is made 0. Then P by Q equals R by S. This is the balancing condition for Wheatstone's bridge. Wheatstone's bridge is most sensitive if the resistors in the 4 arms are same. ഒരിക്കലും എക്സാമിന് ചോദിച്ചിരുന്നു എപ്പോഴാണ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ഏറ്റവും സെൻസിറ്റീവ് ആവുന്നത്? നിങ്ങളതിന് ആൻസർ ചെയ്യുക P equals Q equals R equals S. Then the Wheatstone's bridge is most sensitive. ഇനി രണ്ടാമത് ഉള്ള പോയിന്റ്, ഇന്റർചേഞ്ചിങ് ദ പൊസിഷൻസ് ഓഫ് galvanometer and battery does not change the balancing condition. ഈ ഡയഗ്രാം നോക്കുക. ഈ ഡയഗ്രത്തിൽ നമ്മൾ സിന്റെയും ഡിന്റെ ഇടയ്ക്ക് സെല്ല് കണക്ട് ചെയ്തിരിക്കുന്നു. എൻ്റെയും ബിന്റെ ഇടയ്ക്ക് ഗാൽവനോമീറ്ററും കണക്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ച ഡയഗ്രത്തിലുള്ള സെല്ലിനെയും ഗാൽവനോമീറ്ററിനെയും നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ബാലൻസിങ് കണ്ടീഷൻ എഴുതുക? ബാലൻസിങ് കണ്ടീഷൻ എഴുതാനുള്ള മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. ഗാൽവനോമീറ്ററിന്റെ ടെർമിനൽസിന്റെ രണ്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള റെസിസ്റ്റേഴ്സ് ആണ് എഴുതുന്നത് അല്ലേ? ഇപ്പൊ ഗാൽവനോമീറ്ററിന്റെ ഫസ്റ്റ് ടെർമിനൽ ഇതാ, ഇതിന്റെ ഇപ്പുറത്തുള്ള റെസിസ്റ്റൻസ് P, ഇവിടെ ഉള്ളത് R. അപ്പൊ P by R. രണ്ടാമത്തെ ടെർമിനലിന്റെ അവിടെയും ഇവിടെയും ഉള്ളത് Q by S. സോ നമ്മൾ ഈ ഡയഗ്രാം അനുസരിച്ചിട്ട് ബാലൻസിങ് കണ്ടീഷൻ വരിക P by R equals Q by S. So in this diagram the balancing condition is P by R equals Q by S. ഈ Q ഇവിടെ എഴുതിയാലോ ഇങ്ങനെ നമുക്ക് എഴുതാലോ അല്ലേ? Q ഇവിടെയും R ഇവിടെയൊക്കെ എഴുതാം. അപ്പോൾ P by R is equal to Q by S എന്ന് പറഞ്ഞാൽ P by Q is equal to R by S എന്ന് മാത്തമാറ്റിക്കലി സെയിം ആണ്. അതുകൊണ്ട് തന്നെ you can write if we interchange the positions of galvanometer and cell, the balancing condition does not change. ബാലൻസിങ് കണ്ടീഷനിൽ മാറ്റം ഉണ്ടാവില്ല. ഇനി നമ്മൾ ചില ഡിവൈസുകളൊന്ന് പരിചയപ്പെടാൻ പോവാണ്. ഈ കാണുന്ന ഡിവൈസ് മീറ്റർ ബ്രിഡ്ജ് എന്നാണ് പറയാം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. ഇതിനെ നമ്മൾ വിശദമായിട്ട് പഠിക്കാനുണ്ട്. ദിസ് വൺ ഈസ് കോൾഡ് ജോക്കി. ഇതിന് ജോക്കി എന്നാണ് പറയാം. ഇപ്പം മീറ്റർ ബ്രിഡ്ജിന്റെ അവിടെ സാധനം
കാണാം നിങ്ങൾക്ക്. ജോക്കി എന്ന് പറഞ്ഞ ഒരു മെറ്റൽ വയറാണ്, സാധാരണ ഒരു വയറാണ്. ആ വയറ് നമുക്ക് പിടിക്കാൻ വേണ്ടി ഒരു കറുത്ത ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിനെ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു മാത്രം. ഇതിൻ്റെ ഉള്ളിൽ ഒരു മെറ്റൽ വയറാണുള്ളത്. കറണ്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു മെറ്റൽ വയറിനാണ് നമ്മൾ ജോക്കി എന്ന് പറയുക. നമുക്ക് പിടിക്കാൻ വേണ്ടി അതിനെ ആ മെറ്റൽ വയറിനെ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. ഗാൽവനോമീറ്റർ എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ ഉപയോഗിച്ചതാ അല്ലേ. ഇറ്റ് ഇസ് എ ഡിവൈസ് ടു മെഷർ ദ ഫ്ലോ ഓഫ് കറണ്ട് ഫ്ലോ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ 2 ടെർമിനൽസ് ആണ്, നെഗറ്റീവ് ടെർമിനലും പോസിറ്റീവ് ടെർമിനലും. അപ്പോൾ ഇതിനൊരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്താൽ ഈ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും. അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും, അല്ലെങ്കിൽ റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. കറണ്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് അതിന് ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിലൂടെ കറണ്ട് ഒഴുകുന്നില്ല. ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഡിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇതൊരു റെസിസ്റ്റൻസ് ബോക്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം 50, 20, 20, 10 എന്നൊക്കെ എഴുതിയിട്ടില്ലേ. ഈ 15ന്റെ നേരെയുള്ള ഈ കീ എടുക്കുകയാണെങ്കിൽ, ഇഫ് യു റിമൂവ് ദ കീ, then this resistance box have a resistance 50 ohm. ആ കീ അതിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ 20ന്റെ കീ ആണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ ഈ റെസിസ്റ്റൻസ് ബോക്സിലെ റെസിസ്റ്റൻസ് 20 ഓം ആണ്. നമ്മൾ 50ഉം 20ഉം നേരെയുള്ള കീ റിമൂവ് ചെയ്യുകയാണെങ്കിലോ സീരീസ് കോമ്പിനേഷൻ ആണ്. 50 + 20 70 ഓം ആണ് ഇതിലെ റെസിസ്റ്റൻസ്. ഒരു റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്, ഒരു ഡിവൈസാണ് റെസിസ്റ്റൻസ് ബോക്സ്. എത്ര റെസിസ്റ്റൻസ് ആണ് എന്ന് നമുക്ക് റെസിസ്റ്റൻസ് ബോക്സിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ കുറച്ച് ഡിവൈസുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൻ്റെ ആപ്ലിക്കേഷൻസ് പറയാൻ പോവാണ്. 2 ആപ്ലിക്കേഷൻസ് ആണ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിനുള്ളത്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ മീറ്റർ ബ്രിഡ്ജ്, രണ്ടാമത്തത് പോസ്റ്റ് ഓഫീസ് ബോക്സ് അല്ലെങ്കിൽ PO ബോക്സ്. അപ്പം മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് കാണാൻ പറ്റും, PO ബോക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് മീറ്റർ ബ്രിഡ്ജ് ആണ്. നിങ്ങൾക്ക് ലാബിൽ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് മീറ്റർ ബ്രിഡ്ജ് ചെയ്യാനുണ്ട്. ടു ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ യൂസിങ് മീറ്റർ ബ്രിഡ്ജ്. ഇതായിരിക്കും നിങ്ങൾ ലാബിൽ ചെയ്യുക. അപ്പം നമുക്ക് ഏതായാലും അതിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രാമാണ്. ഇതാണ് ഒരു മീറ്റർ ബ്രിഡ്ജിൻ്റെ ഡയഗ്രാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ അൺനോൺ റെസിസ്റ്റൻസ്. നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ. നമുക്ക് അറിയാവുന്ന 3 റെസിസ്റ്റേഴ്സ് ഈ മീറ്റർ ബ്രിഡ്ജിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. നമുക്ക് ഏത് വയറിൻ്റെ റെസിസ്റ്റൻസ് ആണോ കാണേണ്ടത് ആ വയറിനെയും നമ്മൾ മീറ്റർ ബ്രിഡ്ജിലേക്ക് കണക്ട് ചെയ്യും. 3 റെസിസ്റ്റൻസിൻ്റെ നമ്മൾ മീറ്റർ ബ്രിഡ്ജിനെ ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പം P/Q = R/S എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അതിൽ നമുക്ക് Pൻ്റെയും Qൻ്റെയും Rൻ്റെയും വാല്യൂ അറിയാം. then you can calculate S. ഈ രീതിയിലായിരിക്കും നമ്മൾ മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്ത് അൺനോൺ റെസിസ്റ്റൻസ് കാണാം. സോ മീറ്റർ ബ്രിഡ്ജ് is a device to find unknown resistance and it is based on Wheatstone principle. ഇനി അതിൻ്റെ കൺസ്ട്രക്ഷൻ ഒന്ന് നോക്കുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വയർ AB. ഇതാണ് വയർ AB. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇവിടെ ഒരു വയർ AB. അതിൻ്റെ നീളം 100 സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 1 മീറ്റർ. ഇവിടെ നിങ്ങൾക്ക് 3 കോപ്പർ സ്ട്രിപ്പ് കാണാം അല്ലേ. ഇതാണ് ഫസ്റ്റ് കോപ്പർ സ്ട്രിപ്പ്. ഇതിനെ നമ്മൾ A എന്നാണ് പറയുക, ടെർമിനൽ A എന്നാണ് പറയുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യാം, ഇവിടെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് വയർ കണക്ട് ചെയ്യാം. എവിടെ കണക്ട് ചെയ്താലും അത് ടെർമിനൽ A ആണ്. ഇതിന് ടെർമിനൽ C എന്നാണ് പറയുക. സെൻട്രലിലുള്ള ടെർമിനലിന് ടെർമിനൽ C എന്നാണ് പറയുക. സീൻ്റെ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വയർ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെയും വയർ കണക്ട് ചെയ്യാം, ഇവിടെയും നിങ്ങൾക്ക് കണക്ഷൻ കൊടുക്കാം. എവിടെ കൊടുത്താലും അത് സിയിലേക്ക് കൊടുത്തതാണ്. ഈ അറ്റത്തുള്ള ടെർമിനലിന് ടെർമിനൽ B എന്നാണ് പറയുക. ടെർമിനൽ Bൻ്റെ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ഷൻ കൊടുക്കാം, ഇവിടെയും കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെയും കൊടുക്കാം. എല്ലാതും ടെർമിനൽ B തന്നെയാണ്. സോ യു ആർ ഹാവിങ് 3 കോപ്പർ സ്ട്രിപ്സ്. വൺ ഇസ് ടെർമിനൽ A, ദ അതർ ഈസ് ടെർമിനൽ C, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ടെർമിനൽ B. അപ്പം നിങ്ങൾക്ക് എൻ്റെയും സിൻ്റെയും ഇടക്കായിട്ട് ഒരു ഗ്യാപ്പ് ഇവിടെ കാണാം അല്ലേ. അതേപോലെ സിൻ്റെയും ബിൻ്റെയും ഇടക്കായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് കാണാം. അപ്പോൾ 2 ഗ്യാപ്പുള്ള രീതിയിലാണ് നമ്മൾ ആ 3 കോപ്പർ സ്ട്രിപ്പുകളെ അറേഞ്ച് ചെയ്യുക.
ഇവിടെ ഒരു വയർ എ ബി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു സ്കെയിൽ ഉള്ളത് നമുക്ക് ബാലൻസിങ് ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ച് അൺനോൺ റെസിസ്റ്റൻസ് കാണാൻ പോകുന്നത് എന്ന് നോക്കാം. അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രമാണ്. ഇതാണ് നമ്മളെ ടെർമിനൽ എ, ഇതാണ് ടെർമിനൽ സി, ഇതാണ് ടെർമിനൽ ബി, ഇതാണ് നമ്മളെ വയർ എ ബി. എയുടെയും സിയുടെയും ഇടയ്ക്ക് നമുക്ക് ഏത് വയറിൻ്റെ റെസിസ്റ്റൻസ് ആണോ കാണേണ്ടത് അത് കണക്ട് ചെയ്യും. ഇതാണ് നമ്മളെ ഫസ്റ്റ് ഗ്യാപ്പ് ബിറ്റ്വീൻ എ ആൻഡ് സി. അപ്പോൾ എയുടെയും സിയുടെ ഇടയ്ക്ക് അൺനോൺ റെസിസ്റ്റൻസ് എക്സ് കണക്ട് ചെയ്യും. സിയുടെയും ബിയുടെയും ഇടയ്ക്ക് വി വിൽ കണക്ട് എ റെസിസ്റ്റൻസ് ബോക്സ്. റെസിസ്റ്റൻസ് ബോക്സിൽ 1 ഓം എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂ അറിയാം 1 ഓം. റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് 2 ഓം ആണ് എടുക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂ അറിയാം 2 ഓം. അപ്പം നമുക്ക് റെസിസ്റ്റൻസ് ബോക്സിൽ നമ്മൾ എടുക്കുന്ന റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ നമുക്ക് അറിയാൻ പറ്റും. എയുടെയും ബിയുടെയും ഇടയ്ക്കായിട്ടൊരു സെല്ല് കണക്ട് ചെയ്യും. സിയിൽ നിന്ന് ടെർമിനൽ സിയിൽ നിന്ന് ഗാൽവനോമീറ്ററിലേക്ക് കൊടുക്കും. ഗാൽവനോമീറ്ററിൽ നിന്നും ഒരു ജോക്കിയിലേക്ക് കൊടുക്കും. ജോക്കി എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സാധാരണ മെറ്റൽ വയറാണ്, കറണ്ട് പാസ് ചെയ്യുന്ന ഒരു മെറ്റൽ വയറാണ്. അത് നമുക്കൊന്ന് പിടിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിലൊരു കറുത്ത ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വെക്കുന്നു മാത്രം. അപ്പോൾ സിയിൽ നിന്ന് ഗാൽവനോമീറ്ററിലേക്ക്, ഗാൽവനോമീറ്ററിൽ നിന്നും ജോക്കിയിലേക്കും. അപ്പോൾ ഇതാണ് കണക്ഷൻ, മീറ്റർ ബ്രിഡ്ജിൻ്റെ കണക്ഷൻ. ഇനി എങ്ങനെയാണ് നമ്മൾ അൺനോൺ റെസിസ്റ്റൻസ് കാണുക നോക്കുക. നിങ്ങൾ റെസിസ്റ്റൻസ് ബോക്സിൽ നിന്നും 1 ഓം റെസിസ്റ്റൻസ് എടുക്കുക. ഇതിൽ നിന്ന് 1 ഓമിൻ്റെ നേരെയുള്ള കീ അങ്ങോട്ട് ഊരിയെടുക്കുക. അപ്പോൾ അതിൽ റെസിസ്റ്റൻസ് ബോക്സിലെ റെസിസ്റ്റൻസ് 1 ഓം ആണ്. ജോക്കി കൊണ്ടുവന്നിട്ട് ആദ്യം എയിൽ വെക്കുക, എയിൽ. അപ്പോൾ ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ ലെഫ്റ്റിലേക്ക്, 0യിൽ നിന്നും ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. പിന്നെ ജോക്കി കൊണ്ടുപോയിട്ട് ബിയിൽ വെക്കുക. അപ്പോൾ ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ റൈറ്റിലേക്കായിരിക്കും. അങ്ങനെ ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ എയിലും ബിയിലും വെക്കുമ്പം ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ കണക്ഷൻ ശരിയാണ്. ജോക്കി ഈസ് pressed near A and then at B. The deflections in the galvanometer will be in opposite directions. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എയിൽ കൊണ്ടുപോയി ജോക്കി വെക്കും. ആ ജോക്കി പതുക്കെ എയിലൂടെ മൂവ് ചെയ്യിക്കും. മൂവ് ചെയ്യുമെങ്കിൽ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണാൻ പറ്റും. കുറച്ചിങ്ങനെ ഉണ്ട് മൂവ് വെച്ചത്. ഈ ജെ എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുമ്പം ഗാൽവനോമീറ്റർ റീഡിങ് 0 ആവും. ഗാൽവനോമീറ്റർ റീഡിങ് 0 ആവും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കറന്റ് ത്രൂ ദ ഗാൽവനോമീറ്റർ ഈസ് 0, IG ഈക്വൽ 0. IG 0 ആണെങ്കിൽ നമ്മൾ പറയും ദ മീറ്റർ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ്. അപ്പോൾ മീറ്റർ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയി. എ മുതൽ ജെ വരെയുള്ള ലെങ്ത്തിന് പറയുക ബാലൻസിങ് ലെങ്ത് എന്നാണ്. അപ്പം എങ്ങനെ നമ്മൾ ബാലൻസ് ലെങ്ത് കണ്ടുപിടിക്കുക? എയിൽ ജോക്കി വെക്കുക, ഈ വയർ എ ബിയിലൂടെ അതിനെ മൂവ് ചെയ്യിക്കുക. ജെ എന്നുള്ള പോയിന്റിൽ എത്തുമ്പോൾ ഗാൽവനോമീറ്റർ റീഡിങ് 0 കാണിക്കും. കറന്റ് ത്രൂ ദ ഗാൽവനോമീറ്റർ വിൽ ബി 0. the length L is equal to AJ അല്ലേ? AJന്റെ വാല്യൂ L ആണ്. the length L is called balancing length. ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ബാലൻസിങ് ലെങ്ത് L മെഷർ ചെയ്യും. Starting from A, jockey is moved along the wire AB till galvanometer shows 0 deflection. The balancing length from A to J is measured. അപ്പം നമ്മൾ ബ്രിഡ്ജിനെ ബാലൻസ് ചെയ്തു. ബ്രിഡ്ജിനെ ബാലൻസ് ചെയ്താലുള്ള കണ്ടീഷൻ എന്താ? P by Q equals R by S. P by Q equals R by S. അപ്പോൾ ഈ മീറ്റർ ബ്രിഡ്ജിലെ 4 റെസിസ്റ്റേഴ്സ് പിയും ക്യൂവും ആറും എസും ഏതൊക്കെയാണ് നമ്മൾ നോക്കുക. ഒരു റെസിസ്റ്റൻസ് ഇതാണ്, അൺനോൺ റെസിസ്റ്റൻസ് അല്ലേ, 1. രണ്ടാമത്തെ റെസിസ്റ്റൻസ് ഇതാണ്. റെസിസ്റ്റൻസ് ബോക്സിൽ ഇപ്പോൾ നമ്മൾ എടുത്തത് 1 ഓം ആണ്. അപ്പോൾ 1 ഓം ആണ് രണ്ടാമത്തെ റെസിസ്റ്റൻസ്. മൂന്നാമത്തെയും നാലാമത്തെയും റെസിസ്റ്റേഴ്സ് ഏതൊക്കെയാ ഈ മീറ്റർ ബ്രിഡ്ജിലെ? ഇതാ, ഇവിടം മുതൽ ഇവിടം വരെയുള്ള വയറിന്റെ റെസിസ്റ്റൻസ്, ഇതാണ് നമ്മളെ ബാലൻസിങ് ലെങ്ത്. ഇത്രയും ഭാഗത്തെ വയറിന്റെ റെസിസ്റ്റൻസ് ആണ് മൂന്നാമത്തെ റെസിസ്റ്റൻസ്. ബാക്കി നീളം എത്ര ഉണ്ടാവും? ടോട്ടൽ നീളം 100 ആണ്. ഇവിടുന്ന് മുതൽ ഇവിടം വരെ L ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് വരെ 100 മൈനസ് L അല്ലേ? അപ്പോൾ ബാക്കിയുള്ള വയറിന്റെ റെസിസ്റ്റൻസ് ആണ് നാലാമത്തെ റെസിസ്റ്റൻസ്. അപ്പം നമ്മൾ അസ്യൂം ചെയ്യാണ് വയർ എ ബിയുടെ 1 സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് സ്മോൾ എ ആണ്. 1 സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് സ്മോൾ എ ആണെങ്കിൽ L സെന്റിമീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്താ വരിക? L വരും. നമ്മളെ മൂന്നാമത്തെ റെസിസ്റ്റൻസ് L ആണ്.
ബാക്കിയുള്ള വയറിന്റെ റെസിസ്റ്റൻസ് 100 മൈനസ് LA ആണ്. സോ വാട്ട് ആർ ദ 4 റെസിസ്റ്റേഴ്സ് ഇൻ എ മീറ്റർ ബ്രിഡ്ജ്? ഒന്നാമത്തെ നമ്മൾ അൺനോൺ റെസിസ്റ്റൻസ് X ആണ്. രണ്ടാമത്തേത് റെസിസ്റ്റൻസ് ബോക്സിലുള്ള റെസിസ്റ്റൻസ് ആണ്. മൂന്നാമത്തേത് ബാലൻസിങ് ലെങ്ത് ആയ വയറിന്റെ അല്ലെ AJ എന്നുള്ള വയറിന്റെ റെസിസ്റ്റൻസ് ആണ്, നമുക്ക് LA എന്നാണ് വരിക. നാലാമത്തെ റെസിസ്റ്റർ ബാക്കിയുള്ള വയറിന്റെ റെസിസ്റ്റൻസ് ആണ് 100 മൈനസ് L ഇൻറ്റു A. ഇനി നമ്മൾ ബാലൻസിങ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. P/Q=R/S അല്ല. എങ്ങനെ ബാലൻസിങ് കണ്ടീഷൻ എടുക്കാൻ പഠിപ്പിച്ചു തന്നത്? ഒരു ഗാൽവനോമീറ്റർ ടെർമിനൽസിന്റെ അപ്പുറത്തും ഇപ്പുറത്തും അല്ലെ. ഇതാണ് ഗാൽവനോമീറ്ററിന്റെ ഫസ്റ്റ് ടെർമിനൽ. ഇതിന്റെ ഇപ്പുറത്തുള്ള റെസിസ്റ്റൻസ് Xഉം അപ്പുറത്ത് Rഉം. ഇതാണ് രണ്ടാമത്തെ ടെർമിനൽ. ഇപ്പുറത്തുള്ള റെസിസ്റ്റൻസ് LAയും അപ്പുറത്തുള്ള റെസിസ്റ്റൻസ് 100 മൈനസ് LAയും. അപ്പൊ നമ്മളെ ബാലൻസിങ് കണ്ടീഷൻ എന്താ വരിക? X/R ഈക്വൽസ് LA ഡിവൈഡഡ് ബൈ 100 മൈനസ് LA. കണ്ടില്ല, അതിൽ എയും എയും ക്യാൻസൽ ആയി പോകും. യു വിൽ ഗെറ്റ് X/R ഈക്വൽസ് L ഡിവൈഡഡ് ബൈ 100 മൈനസ് L or X ഈക്വൽസ് R ഇൻറ്റു L ഡിവൈഡഡ് ബൈ 100 മൈനസ് L. ആറിന്റെ വാല്യൂ നമ്മൾ 1 ഓം എന്നാണ് എടുത്തത്. L എത്രയാണെന്ന് നമ്മൾ ഒരു സ്കെയിൽ വെച്ച് മെഷർ ചെയ്യും. അപ്പം നമുക്ക് ആ വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ 100 മൈനസ് L എത്രയാണെന്ന് കിട്ടും. ആ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അൺനോൺ റെസിസ്റ്റൻസ് X കാണാൻ പറ്റും. സോ ഹിയർ I think you have understood that meter bridge is a type of Wheatstone's bridge and this is used to find the unknown resistance. നമ്മൾ ഇത് ലാബിൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായി ഇത് മനസ്സിലാവും.